പച്ചമാങ്ങ കൊണ്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഒഴിച്ചുകറിയായത്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ. ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കൊരു 2 ദിവസത്തേക്ക് പിന്നെ കറി വെക്കേണ്ട ആവശ്യം പോലുമില്ല. അപ്പോൾ ഈ പച്ചമാങ്ങ തമ്പുളി നാട്ടു ഇതിൻ്റെ പേര്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഒഴിച്ചുകറിയായിട്ട് മാത്രമല്ല, ചൂടിനൊക്കെ നല്ലൊരു സംഭാരമായിട്ടും ഇത് യൂസ് ചെയ്യാം. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയാലോ. അതിന് വേണ്ടി ഇതാ നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ തീ വെച്ചതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം ചേർക്കുന്നുണ്ട്. അപ്പോൾ നല്ല ജീരകം എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നമ്മൾ കറിക്കൊക്കെ അരക്കുന്ന ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മളെ ജീരകമൊക്കെ നല്ലോണം ഒന്ന് മൂത്ത് വരുന്നുണ്ട്. അപ്പോൾ നല്ലപോലെ മൂത്തതിന് ശേഷം മാത്രം നമ്മളിതിലേക്ക് ഒരു 2 പച്ചമുളക് ഒന്ന് അറ്റം കീറിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. 2ഓ 3ഓ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല എരിവുള്ള പച്ചമുളക് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അറ്റം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പച്ചമുളക് ഇതാ നല്ലപോലെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇതുപോലെ അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കൊരു മിക്സീൻ്റെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങയും അതുപോലെ തന്നെ 1/4 കപ്പ് പച്ചമാങ്ങയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ എത്രത്തോളം എടുക്കുന്നോ അത്രത്തോളം തന്നെ മാങ്ങ എടുക്കണം. അപ്പോൾ ഒരുപാട് പുളിയുള്ള മാങ്ങ ആണെങ്കിൽ നമ്മൾ എടുക്കുന്ന മാങ്ങ നോക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് പുളി ഉണ്ടാവരുത് കേട്ടോ ഈ കറിക്ക്. അതുപോലെ തന്നെ തേങ്ങ ചേർത്തതിന് ശേഷം നമ്മൾ നേരത്തെ വഴറ്റി കൊണ്ടുവന്ന പച്ചമുളകും ജീരകവും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പേസ്റ്റ് പോലെ തന്നെ വേണം നമ്മളിത് അരച്ചെടുക്കാൻ. അപ്പോൾ ഇതാ നമ്മൾ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. ഇനി ഇത് നമ്മൾ കുറച്ചും കൂടിയും ലൂസാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് നല്ല വെള്ളം ചേർത്തിട്ട് നമുക്ക് കുറച്ച് ലൂസാക്കി എടുക്കാം. അപ്പോൾ അരക്കുമ്പോൾ നമ്മൾ ചേർക്കുന്ന വെള്ളം എന്ന് പറയുന്നത് നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളമാണ് ചേർക്കുന്നത്. അതുപോലെ ഈ ഒരു സമയം നമ്മൾ ചേർക്കുന്നത് തിളപ്പിച്ചാറിയ വെള്ളമാണ്. കാരണം നമ്മളിത് ഈ കറി ചൂടാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം വേണം ഇതിലേക്ക് ചേർക്കാൻ. അപ്പോൾ മാങ്ങയും തേങ്ങയും ഒക്കെ ചേർത്ത് അരച്ചുകൊണ്ട് തന്നെ നല്ല കൊഴുപ്പുണ്ടാകും. അതുകൊണ്ട് കുറച്ച് നല്ലോണം തന്നെ ലൂസാക്കുന്നുണ്ട്. ഒഴിച്ച് കറി എങ്ങനെ വേണോ നിങ്ങൾക്ക് അതിനനുസരിച്ച് ഇത് ലൂസാക്കി എടുക്കാം. അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞു സംഭാരമാക്കിയിട്ടും നിങ്ങൾക്കിത് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ സംഭാരം എന്ന് പറയുമ്പോൾ അറിയാമല്ലോ നല്ലോണം ലൂസാവുമല്ലോ. അപ്പോൾ അത് സംഭാരം തയ്യാറാക്കി എടുക്കുന്നതാണെങ്കിൽ ഇതിനേക്കാളും കുറച്ചധികം തന്നെ നല്ലോണം ലൂസാക്കി എടുത്തിട്ട് നിങ്ങൾക്ക് ചൂടിന് നല്ലൊരു സംഭാരം പോലെ തന്നെ ഇത് റെഡിയാക്കിയിട്ട് കുടിക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് പഞ്ചസാരയാണ്. അപ്പോൾ നമ്മളെ ആ മാങ്ങേൻ്റെ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർക്കുന്നത്. അപ്പോൾ ബ്രൗൺ ഷുഗറാണ് ഞാനിതിൽ ചേർത്തത്. അതുപോലെ തന്നെ ശർക്കരയൊന്നും ചേർക്കരുത്. പഞ്ചസാര ചേർത്താൽ ഇത് കുറച്ചൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം. നമ്മളിതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ പഞ്ചസാര നിർബന്ധമൊന്നുമില്ല, ആ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ചേർത്തുന്നേ ഉള്ളൂ. എന്നിട്ട് ഇതാ നല്ലപോലെ നമ്മളിത് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പഞ്ചസാരേൻ്റെ അളവ് കൂടി പോകരുത്, മധുരമായി പോകരുത് ഈ കറിക്ക്. ഇനി നമുക്കിതിലേക്കൊന്ന് താളിച്ചൊഴിക്കാൻ കൂടിയുണ്ട്. അപ്പോൾ ഇതാ സെയിം ചട്ടി തന്നെയാണ് അടുപ്പത്ത് വെച്ചത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ തന്നെയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് നല്ലപോലെ പൊട്ടി വരുമ്പോൾ നമ്മൾ കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മളിതിൽ വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നത് 1-2 വറ്റൽമുളക് എരിവിന് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിൽ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. എരിവിന് പച്ചമുളക് നമ്മൾ നേരത്തെ ചേർത്ത് അരച്ചല്ലോ അരക്കുന്ന സമയത്ത്, അത് മാത്രമേ ഉള്ളൂ. പിന്നെ കായ്മുളകിൻ്റെ ആ ഒരു എരിവ് മാത്രമേ ഇതിലുള്ളൂ. അതുപോലെ തന്നെ ഇതൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു കറിക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്ലെയിം ഒന്ന് ഓഫാക്കിയിട്ട് വേണം നമ്മൾ ഈ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ അത് കരിഞ്ഞിട്ട് ആ ഒരു കയ്പ്പ് രസമൊക്കെ ഉണ്ടാകും. അപ്പോൾ ചട്ടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ചൂടായി കിട്ടുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ചേർക്കുന്നതിന് മുന്നേ തന്നെ ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇതിൽ ചേർത്തിട്ട് നല്ലപോലെ ആ കളറ് മാറി വരുന്ന സമയത്ത് നമുക്കിത് ആ ഒരു കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കറിക്ക് നല്ലൊരു കളറും ഉണ്ടാകും, കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നല്ല ടേസ്റ്റ് വന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിത് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നല്ലൊരു അടിപൊളി കറിയാണ് കേട്ടോ. അപ്പോൾ മാങ്ങേൻ്റെ ഒക്കെ ഒരു സീസൺ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കുമല്ലോ പച്ചമാങ്ങ. അപ്പോൾ ഈ ഒരു മഴ സമയത്തൊന്നും അധികം അങ്ങനെ കറി വെക്കാനൊന്നും ഉണ്ടാവില്ല. മീനും ഒന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് പച്ചമാങ്ങ ഉണ്ടെങ്കിൽ ഇതുപോലെ നല്ലൊരു അടിപൊളി ഒഴിച്ചുകറി തയ്യാറാക്കാം. അതുപോലെ തന്നെ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാം, പുറത്ത് വെക്കരുത്. ഒരു 2 ദിവസമൊക്കെ 2-3 ദിവസമൊക്കെ ഇത് കുറച്ച് അളവിൽ തയ്യാറാക്കി കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ പറ്റും. വേറെ ഏതൊരു ഒഴിച്ചുകറിൻ്റെയോ വേറെ ഏത് മുളകിട്ടേൻ്റെയോ ഒക്കെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ തേങ്ങ ചേർത്ത് അരച്ചത് കൊണ്ട് തന്നെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കേടായി പോകും. അതുകൊണ്ട് നിങ്ങൾ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രിഡ്ജിലെടുത്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം.
അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും വ്യത്യസ്തമായ ഈ ഒരു റെസിപ്പി തയ്യാറാക്കി നോക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒരുപാട് റെസിപ്പി ഞാനിവിടെ പച്ചമാങ്ങ വെച്ചിട്ടുള്ളത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് കാണുക, അതുപോലെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക്